ചട്ടിയിലേക്ക് കഴുകി വൃത്തിയാക്കി അരക്കിലയോളം ചെമ്മീനും കഷ്ണങ്ങളാക്കി 2 മുരിങ്ങക്കോലും നെടുവേ കയറിയ 3-4 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും 1/2 ടീസ്പൂൺ വീതം മഞ്ഞപ്പൊടിയും ഉപ്പ് ഇട്ട് കൊടുത്ത് വേവാൻ ആവശ്യത്തിന് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് മൂടി വെച്ച് വേവിക്കാനായിട്ട് വെക്കാം. ഈ സമയം കൊണ്ട് അരപ്പിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മുറി ചിരുവിയ തേങ്ങായും ഒരു 2 കഷ്ണം ഇഞ്ചിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ നരച്ചെടുക്കണം. ഇനി നമ്മൾ ഈ അരച്ചെടുത്ത അരപ്പില്ലേ അത് വെന്ത് വന്ന് ചെമ്മീനിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സിയുടെ ജാറ് കഴുകി ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ ഈ സമയം ഉപ്പും ചേർത്ത് പുളിക്ക് ആവശ്യത്തിന് ഒരു 3 കഷ്ണം കുടംപുളി ഇട്ട് കൊടുത്ത് ഇളക്കി മിക്സ് ചെയ്ത് ഒരു 2-3 മിനിറ്റ് കൂടെ ആ ചെറു തേയിലിട്ട് തിളപ്പിച്ച് തീ അങ്ങ് ഓഫ് ചെയ്ത് ഇനി ചൂടായ എണ്ണയിലേക്ക് കുറച്ച് കടുകും ഉള്ളിയും കറിവേപ്പിലയും ലാസ്റ്റ് കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കി മൂപ്പിച്ച് താളിച്ചൊഴിച്ചാൽ നല്ല അടിപൊളി ചെമ്മീനും മുരിങ്ങക്കോലും തേങ്ങ അരച്ച് വെച്ച് കറി റെഡി. ഇതുപോലെ എടുത്ത് ആ ചൂട് ചോറിലേക്ക് ഒഴിച്ച് കുഴച്ച് കഴിച്ചാലുണ്ടല്ലോ ഒരു പറ ചോറുണ്ണാനും വേറെ ഒരു കറിയും വേണ്ട. ഇത് മാത്രം മതി. അപ്പോൾ എങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലേ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനെ ഇപ്പം ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.